ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഒരു സന്തോഷമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അർജൻറ്റീന തോറ്റ സങ്കടത്തിലാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ അത് ആ സങ്കടം തീർക്കാൻ ഞങ്ങൾ ഇന്നൊന്ന് കറങ്ങാം എന്ന് വിചാരിച്ച്. അപ്പോൾ അർഷുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ അർഷുവിന് ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ പണി എടുക്കുന്ന സ്ഥലത്ത് ഒരു കുളം ഉണ്ട് അത്ര, ആ കുളത്തേക്ക് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കാണാമല്ലോ. അസ്മിൻ കുറേ ദിവസമായിക്കണ പറയണ്. അങ്ങനെതാ ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കണ്ട ചട്ടി, ഞാൻ കുറ്റിപ്പുറത്ത് പോയപ്പോൾ 4 ചട്ടി വാങ്ങിയായിരുന്നു. വാങ്ങിയിട്ട് 2 ആഴ്ചയായിരിക്കണം. പക്ഷേ ഇതുവരെ ആ ചട്ടിക്കൊന്ന് മാറ്റാൻ പറ്റിയില്ല. അതായത് ഇതിൻ്റെ പ്രൈസ് 45 രൂപയുള്ളൂ ഒരു ചട്ടിക്ക്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. അപ്പോൾ അതിന് കവറൊന്ന് മാറ്റി വെക്കണം. ഒരുപാട് അയക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ കൊണ്ടുവന്നതിൻ്റെ പൂവ് ഇത് കണ്ട വീണ്ടും രണ്ടാമത്തെ പൂവ് ഉണ്ടായതാണ് കേട്ടോ. രണ്ടല്ല, ഇത് 4ാമത്തെ പൂവാണ് ഉണ്ടായി ഞാൻ കൊണ്ടുവന്ന ശേഷം. അങ്ങനെ ഇതാ നമ്മൾ മണ്ണൊക്കെ മാറ്റി അതിൻ്റെ കവറൊക്കെ മാറ്റിയതാ ചട്ടിയിലൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ഗായ്സ് എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ തുളയിടാൻ മറന്നുപോയി. തുളയിട്ട് കഴിഞ്ഞാലല്ലേ വെള്ളം പോവുള്ളൂ. ഞാനത് മറന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അത് കണ്ടോ പിന്നെ അപ്പം ഞാൻ വെള്ളം പാർന്നതിൻ്റെ ശേഷമാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ, ഞാൻ തുള ഇട്ടിട്ടില്ലെന്ന്. അതിന് അപ്പോൾ അതാ ഞാൻ ലൈറ്ററും കത്തിയൊക്കെ ഇട്ട് തുള ഇട്ടു. അപ്പോൾ ഇതിന്ന് വെള്ളം അത്യാവശ്യം പോയിട്ടാണ് ഞാൻ ഓട്ടാക്കിയതിന് ശേഷം. ഇതിൻ്റെ പൂവ് കണ്ട നല്ല ഭംഗിയില്ലേ, നല്ലൊരു റോസ് കളറില്ലേ. അപ്പോൾ ഇതാ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അസ്മിക്കുട്ടൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, തോർത്തുണ്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വരാം. എനിക്ക് അവിടുന്ന് നേരെ വളാഞ്ചേരി ഉണക്കി ഡ്രസ്സ് എടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ പെട്ടതാണ് കേട്ടോ. ഹാപ്പി നെസ്റ്റ് പാർക്ക് വാരിക്കേട് ചിറ, അതായത് ഒരാളുടെ പറമ്പിലത്തെ കുളമാണ് കേട്ടോ അത് ഉള്ളത്. അത് അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 2:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഭക്ഷണം കഴിച്ച് വേഗം പോന്നു. അപ്പോൾ അതാ ഈ വീട്ടിലാണ് അർഷു പണിയെടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് നോക്കിയാൽ ഈ കുളം വേഗം കാണാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ അർഷു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഇതാണ് അങ്ങോട്ടുള്ള എൻട്രി. പിന്നെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വണ്ടിയൊന്നും പറ്റില്ല, ബസ് അങ്ങനത്തെ ഒന്നും പറ്റില്ല. കാറ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ അങ്ങനത്തെ ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ അതാ ഇത് കണ്ട വീടും കുളം എത്ര വ്യത്യാസം കേട്ടോ. അപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് കാണാൻ പോകണം എന്ന്. അങ്ങനെ ഇപ്പം എന്നാൽ ചാൻസ് കിട്ടിയത്. അപ്പോൾ ചാൻസ് കിട്ടിയത് എന്താണ് തോറ്റുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ ആ കോൺക്രീറ്റ് ചെയ്ത് അവിടുന്ന് ചാടി കുളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അസ്മിക്കുട്ടനക്ക് അങ്ങനെ ചാടണം എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അപ്പോൾ പക്ഷേ പറ്റില്ല എന്ന് തന്നെയാണ്. ഞങ്ങളിതാ നേരെ ഇങ്ങനെ കേട്ടോ എൻട്രി വരുന്നത് കണ്ട, ഹാപ്പി നെസ്റ്റ് പാർക്ക്. അപ്പോൾ അവിടുന്ന് ഇത് നല്ല അടിപൊളി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വേസ്റ്റ് കാര്യങ്ങൾ ഇട്ട് കേടിട്ടാതിരിക്കുക. പിന്നെ അത്യാവശ്യം ഒരു 10-12 സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം പോവാൻ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അസ്മിക്കുട്ടാ വഴപ്പിച്ച് ചാടുന്ന പോകും പയ്യൊക്കെ. ചാടിക്കോളി. അതിൻ്റെ ഇടയിൽ അവർ ഡ്രസ്സൊക്കെ മാറി ഇതേ വെള്ളത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടാണ്. അസ്മിക്ക് ഒരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് നീന്തൊക്കെ അറിയാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ അതുമല്ല എനിക്ക് വെള്ളത്തിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ഇറങ്ങാറില്ല. ഞാനിപ്പോൾ കടയിൽ കാണാൻ പോയാലൊന്നും ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അർഷനോട് തന്നെ പറഞ്ഞു. ഇത് അതിൻ്റെ ഇടയിൽ അർഷിത കുട്ടിക്ക് നീന്തൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആൾക്കൊരു ധൈര്യമില്ല, ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട്, മൂക്കൊക്കെ വെള്ളമാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ പറയാൻ മറന്നുപോയി, ഇവിടെ എന്താ പറയുക ഇരിക്കാനുള്ള സ്പേസും സംഭവങ്ങളൊക്കെ ഉണ്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടാ, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയിൽ ഇത് ഊഞ്ഞാലുണ്ട്, 2 ഊഞ്ഞാൽ വരുന്നുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നീണ്ടൊരു വരാന്ത പോലെ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഉള്ള സമയത്ത് കുറച്ച് തിരക്ക് കുറവാണ്. ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവരൊക്കെ പോയപ്പോൾ പിന്നെ ഇപ്പോൾ വലിയ തിരക്കില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ആ ആൾക്കാർ കണ്ട വരിയായിട്ട് ഇരിക്കണ്. അവിടേക്ക് പോകണം എന്നറിയണ അർഷു കേട്ടോ, അല്ല അസ്മിക്കുട്ടനിക്ക് അങ്ങോട്ട് പോകണം എന്നറിയാം. പക്ഷേ അങ്ങോട്ട് പോകാനൊരു പാകമില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ നീന്തിയിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ, വല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് കളിച്ചോന്ന് പറഞ്ഞിട്ട് അർഷു ഇങ്ങനെ നീന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷെ പഠിക്കണമൊന്നുമില്ല.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അസ്മിക്കുട്ടൻ പറഞ്ഞു ഞാൻ മുങ്ങണത് ഉമ്മച്ചി വീഡിയോസ് ഒന്ന് എടുക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുകയുണ്ട്. ആൾക്ക് ഇതിനൊക്കെ ഉള്ള ധൈര്യമേ ഉള്ളൂ, പിന്നെ വെള്ളത്തിൽ നല്ല ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം ആൾക്കും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അർഷു അവിടെ മരത്തിൻ്റെ മേലെ നിന്നിട്ട് ഓരോരുത്തർ ചാടുന്നുണ്ട്. പിന്നെ ആ പാറ വന്നിട്ട് ഇതേ അർഷു ചാടിയ കണ്ടില്ലേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നീന്തൊക്കെ അറിയില്ല കേട്ടോ, എന്താ ചെയ്യാം, വെറുതെ പടം ആവണ്ടല്ലോ എന്ന് കരുതി എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയ പടമാവും. അതിനെന്താ പിന്നെ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു മഴ ഇങ്ങനെ തുള്ളിയിടുന്നുണ്ട്. എങ്ങനെയുണ്ട് കുളം? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ഇതേ അവിടെ നല്ലൊരു കയറ്റമാണ് കേട്ടോ, വണ്ടി ഇങ്ങോട്ട് വലിയ കുറച്ച് പാടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്നും കയറുകയാണ്. ഇറങ്ങാൻ കുഴപ്പമില്ല, പക്ഷേ കയറ്റം വലിയ ഇത്തിരി പാടാണ് കേട്ടോ. വണ്ടി അപ്പോൾ ഞങ്ങൾ ഒരു 3 മണിയൊക്കെ ആവാറായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി അധികം നിന്നിട്ടുണ്ടെങ്കിൽ മഴ കൂടുമോ അറിയില്ല. എന്നാൽ തന്നെ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പരാഗിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ക്ലോത്ത് എടുക്കാനുണ്ട്, കല്യാണമാണ് കേട്ടോ അടുത്ത ആഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമുക്ക് അതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെ ഓണ കളക്ഷനാണ് കേട്ടോ. ഓണത്തിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസുകളാണ്. ഞാൻ ഇട്ട ക്ലോത്ത് കണ്ടില്ലേ, അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ അന്നത്തെ വ്ളോഗിലുണ്ടാവും. ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതേപോലത്തെ തുണി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ അത് അസ്മിക്കുട്ടൻ അതിൻ്റെ ഇടയിൽ കൊട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കൊട്ടൻ്റെ ഒന്നും ആവശ്യമില്ല, ആകെ ഒരു തുണി എടുക്കാനുള്ളൂ, എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ അവനക്ക് സമാധാനമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ എന്നാൽ കൈ പിടിച്ചോന്നാണ്. അപ്പോൾ അതാ ഞാൻ ഓരോ ക്ലോത്തിൻ്റെയും റൈറ്റുകളും ഇങ്ങനെ നോക്കണം. പക്ഷേ എനിക്കിതൊന്നുമല്ല, എൻ്റെ മനസ്സിലൊരു തുണിയുണ്ട്, ഞാൻ ആ തുണിക്കാണ് വന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. കയറുമ്പോൾ അത്ര ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ദൗടുന്ന അത്രയും ജനങ്ങൾ വന്നാണ് ആവട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ വിശക്കണി എന്നാണ്. അപ്പോൾ എനിക്കും വിശക്കണുണ്ട്, ഇന്ന് ചോറ് വല്ലാണ്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ കാവുംപുറത്ത് എത്തിയിട്ടാണ്. കാവുംപുറത്ത് മധുരിമ എന്ന് പറഞ്ഞൊരു കട ഉണ്ട്, നല്ല രസം, നല്ല കണ്ടപ്പോൾ നല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കട കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ മധുരിമ ബേക്കറി ഉണ്ട് അവർക്ക്, പിന്നെ കഫേ പോലെ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെനു കാർഡ് നോക്കാം എന്ന് വിചാരിച്ച്, പിന്നെ നമുക്ക് അസ്മിക്കുട്ടനിക്ക് മെനു കാർഡിലൊക്കെ ഒന്ന് നോക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഓനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനെനിക്ക് ചായ മതി എന്നാണ്. ഒന്നാമത് മഴയുണ്ട്, പിന്നെ തണുപ്പല്ല, ചിലപ്പോൾ വേണമെങ്കിൽ ചുമ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചായ എടുത്തു. പിന്നെ ഞങ്ങൾ ഇത് ചിക്കൻ്റെ ഞാൻ പേര് മറന്നല്ലോ, എന്തോ ഒന്നാണ്. അപ്പോൾ അതും എടുത്തു. എന്നാൽ ചിക്കൻ പിരി എന്തോന്ന് ഫ്രോഡ് ചിക്കൻ എന്തോന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഹസ്മിക്ക് ഇതും വേണമെന്ന് പറഞ്ഞ് പിന്നെ ലൈം എടുത്തു. പിന്നെന്തായിരുന്നു ഷവർമ ഇട്ടു. അങ്ങനെ അതൊക്കെ കൂടി കൂട്ടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം 5:30 അപ്പം ഞാൻ അധികം ഇവിടെ നിന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും മഴ പെയ്താൽ വീട്ടിലേക്ക് നനഞ്ഞ് പോകേണ്ടി വരും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.